ഹലോ. സോ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ സാരിയിലൊക്കെ കാണാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ഞാൻ സാരി ഇട്ട് വീഡിയോ എടുത്തിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല. സോ എനിവേസ് ഇന്ന് വി ആർ ഗോയിങ് ഫോർ യെറ്റ് അനദർ പ്രോഗ്രാം അറ്റ് ഭാരത് മാതാ കോളേജ് തൃക്കാക്കര. സോ ഞാനിവിടെ എൻ്റെ വീട്ടിലാണ്. ഇവിടെ നിന്ന് എനിക്ക് ഹാർഡ്ലി ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ കോളേജിലേക്ക്. നല്ല വെയിൽ. അപ്പോൾ സോ എന്തായിരുന്നു, ഞാനിപ്പോൾ കിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആൻഡ് യു നോ വൺ തിങ്, ഞാൻ കാറ് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് ഓടിക്കാൻ പഠിച്ചു. യൂഷ്വലി ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിലാണ് ഞാൻ ഓടിക്കാറുള്ളത്. പക്ഷേ ഇന്നലെ ഞാൻ തനിയെ കടവന്ത്ര ടു എടപ്പള്ളി അച്ഛനെ പിക്കാനൊക്കെ ആയിട്ട് പോയി. എൻ്റെ കൂടെ കംപ്ലീറ്റ് മോറൽ സപ്പോർട്ടിന് റഹ്മത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 തവണയൊക്കെ പാളിയെങ്കിലും ബട്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് ആക്ച്വലി ഞാൻ കൊച്ചുകൂടെയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നതാണ്. പിന്നെ എങ്ങനെയാണ് ആ വണ്ടി ഓടിക്കാൻ ഞാൻ നിർത്തിയത് എന്നുള്ളത് ഞാൻ പിന്നീട് ഒരു കഥയായിട്ട് പറയാം. അതൊരു വലിയ കഥയാണ്. അങ്ങനെ ഒരു ട്രോമ കാരണമാണ് ഞാൻ പിന്നെ ഓടിക്കാണ്ടായത്. അതെൻ്റെ വീട്ടുകാർക്ക് അറിയില്ല. യെസ്. സോ ഇപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാൻ വേറൊരു റീസണുണ്ട്. ഞാൻ വരാനിരുന്നതല്ല. എൻ്റെ ഗ്രാൻഡ് മദർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കുറച്ച് ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നേ. പക്ഷേ ആക്ച്വലി ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ആളെ കയറി കണ്ടു. ബെറ്റർ ആവുന്നുണ്ട്, വൈറ്റൽസൊക്കെ നോർമൽ ആവുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഡേ വരികയാണ്. October 10th which is a very important day for all the psychologists and mental health professionals. So നമുക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് കുറച്ചധികം പ്രോഗ്രാംസ് കോളേജസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സെയിം സമയത്ത് തന്നെ KE കോളേജിൽ. അപ്പോൾ അന്ന് KE കോളേജിലെ ഫാക്കൽറ്റി ആയിരുന്ന ആളാണ്. ഇപ്പോൾ ഭാരത് മാതയിൽ പുതിയതായിട്ട് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ ഇപ്പോൾ അവിടെ HOD ആയിട്ട് കയറിയിരിക്കുന്ന മരിയാമസ്. സോ ആളുടെ കെയർ ഓഫിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ഇന്നലെ ആക്ച്വലി ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകേണ്ടതായിരുന്നു അവരുടെ ആ ഒരു ഫംഗ്ഷൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. എനിവേസ് ഐ ആം റിയലി ഹാപ്പി ദാറ്റ് ഇങ്ങനെയുള്ള കണക്ഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. നമ്മുടെ പ്രൊഫഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതും ഈ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് അവിടെ എന്തൊരു പണി നടക്കുന്നുണ്ട്, അതെന്താണെന്ന് നോക്കിയത് കേട്ടോ. സോ it's good to be back home and back to in action, like വർക്കിലും കാര്യങ്ങളിലൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. വി ഹാവ് എ ഹോൾ ടീം. നമ്മൾ മെൻ്റൽ ഹെൽത്ത് ക്യാമ്പ് നടത്തുമ്പോൾ ഒരു ഫുൾ ടീമായിട്ടാണ് പോകുന്നത്. റഹു ഉണ്ടാകും. ലക്ഷ്മി ഫസ്റ്റ് ടൈമാണ് ജോയിൻ ചെയ്യുന്നത്. റഹുവിൻ്റെ വീട് കോളേജിൻ്റെ തൊട്ടടുത്താണ്. സോ അവൾക്ക് ഭയങ്കര എളുപ്പമായിപ്പോയി. ലക്ഷ്മി അവിടെ നിന്ന് ഇപ്പോഴും ബസ് കാത്ത് നിൽക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ കോള് വന്നു. അവൾക്ക് ഇതുവരെ പൂക്കാട്ടുപടി ബസ് കയറണം, നമുക്ക് അവിടെ നിന്നൊക്കെ വരണമെങ്കിൽ ഭാരത് മാതയിലേക്ക് വരാനായിട്ട്. പിന്നെ ഒരു ഓപ്ഷനുള്ളത് കാക്കനാട് ബസ്സാണ്, ഞാൻ അവളോട് പറയാൻ മറന്നുപോയി. എനിവേസ് അവൾ എത്തുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കിച്ചു ഉണ്ട്, അവനിപ്പോൾ വരും പിക്ക് ചെയ്യാനായിട്ട്. ഹേയ്, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ വളർന്നു. ഞാൻ നട്ടതാണ് ഈ തക്കാളി. ഇത് ഞാനാണ് അമ്മയാണോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ബട്ട് ഓൾ ദീസ് ഇതൊക്കെ വളർന്നു, കൊള്ളാം. ഇത് പാവം, ഇതിങ്ങനെ വെച്ചാൽ വളരില്ല എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ അമ്മയുടെ ഒരു സമാധാനത്തിന് വെച്ച് നോക്കിയതാണ്. അതിനെ കൊണ്ട് ഇനി വെള്ളത്തിലെല്ലാം ഇറക്കി വെക്കണം. കൊള്ളാം, നൈസ്. ബാക്കി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇച്ചിരി വൃത്തിയായിട്ടുണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. എനിവേസ് ഇപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് 1-2 സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ച അഫ്രയുണ്ട്. ഷീസ് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അവൾ പുറത്തേക്ക് പോകുന്നത്. അവൾ നമ്മുടെ ടീമിൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ വേറെയും ആൾക്കാർ ഇങ്ങനെ വന്നും പോയൊക്കെ വരാറുണ്ട്. എനിവേസ് അപ്പോൾ ഇത്രയും ആളുകൾ, ഞങ്ങളൊരു 7-8 പേരടങ്ങുന്ന ഒരു ടീമായിട്ടാണ് പോകുന്നത്. ലെറ്റ്സ് സീ എങ്ങനെയായിരിക്കും അവിടുത്തെ റെസ്പോൺസ് എന്നൊന്നും അറിയില്ല. ബിക്കോസ് ആ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. സോ അവിടേക്ക് എങ്ങനെ റെസ്പോൺസ് ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയത്തില്ല. നോക്കാം, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ. എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പോവുക. ബട്ട് നോർമലി നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടാറുണ്ട്. ബിക്കോസ് ഇങ്ങനെ ഒരു പരിപാടി ഇതെന്താണെന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്ത് ക്യാമ്പാണ്. അതായത് നോർമലി നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ചെക്കപ്പ്സ് ഒക്കെ നമ്മൾ നടത്തുമല്ലോ. പക്ഷേ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടുന്നൊരു ചെക്കപ്പ് നമ്മൾ നടത്തി നോക്കാറില്ല. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്. വെൻ ഐ വാസ് ഇൻ വേൾഡ് ഓഫ് സൈക്ക്. ഇൻ ഫാക്ട് എൻ്റെ ഒരു വലിയ ഹിസ്റ്ററി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ വഴിയേ. അപ്പോൾ നമ്മളാണ് അതിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റനെയറും കാര്യങ്ങളും ഒക്കെയാണ് ടു അസസ് ദിയർ വേരിയസ് ഏരിയാസ് ഓഫ് ലൈഫ് ദാറ്റ് എഫക്ട്സ് ദിയർ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ അതിലെവിടെയാണ് അവരുടെ പ്രശ്നങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഏത് ഏരിയയിലാണ് അവർക്ക് നമുക്കൊരു റെമഡിയേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നോർമലി ഒത്തിരി സ്റ്റുഡൻസിനെ തന്നെ ക്ലയൻസ് ആയിട്ടൊക്കെ പിന്നീട് വരാറുണ്ട്. സോ ആൻഡ് ആ ഒരു സ്റ്റിഗ്മ എറാഡിക്കേറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ലൈക്ക് മെൻ്റൽ ഹെൽത്ത് ജസ്റ്റ് നോർമലൈസ്ഡ് എന്നുള്ളൊരു ഐഡിയ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം.
അപ്പോൾ ഭാരത് മാതയിലും അതിനൊരു തുടക്കം കുറിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇന്നലെ ജീവനിയും മെഹക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷനൊക്കെ ആയിട്ട് അവിടെ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തതുകൊണ്ട് ജീവനിയുടെ മാത്രമായിട്ട് വന്ന് അവിടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. ഹോപ്പ്ഫുള്ളി ഭാരത് മാത പോലത്തെ ഒരു നല്ലൊരു കോളേജ്, ഇറ്റ്സ് ആൻ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ വരുന്നത് അടിപൊളിയാവട്ടെ. അപ്പോൾ ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാം. ആരാ? ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾ ഇന്ന് ഒരു മെന്റൽ ഹെൽത്തിനോടനുബന്ധിച്ചുള്ള ഒരു ക്യാമ്പിന് പോവുകയാണ്. നമ്മുടെ ഭാരത് മാത തൃക്കാക്കര കോളേജിലാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ആണോ? കഴിഞ്ഞ കൊല്ലം നമ്മൾ എവിടെ ഈ സമയത്ത് പോയതെന്ന് ഓർമ്മയുണ്ടാക്കിച്ചു. ഇതുപോലെ നമ്മൾ ഇവിടെ കോട്ടയം കീഴില് ഞാൻ ഇന്നലെ സ്നാപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. സമ്മതിക്കൂല. ഇവിടെ ഒരു കുരിപ്പിരിപ്പുണ്ട് ഗൈസ്. ഇതിനെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോടാ. യെസ്, പുലി. നീ ആരാന്ന് പറ. പുള്ളി. നീ എവിടെയാ? ഏത് രാജ്യത്താ? ഔ, ശരിക്കും ഇത് വ്ളോഗാട്ടോ. ഇടും, ഞാൻ ഇടും. എന്നാ നീ ആരാന്ന് മര്യാദക്ക് പറ. സോ ദിസ് ഇസ് കുഞ്ഞി, കിച്ചുവിൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്, എൻ്റെ ഒരു അനിയത്തി കുട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി, ഭാരത് മാതയിലെത്തി. റഹു മനോജ് ഞാൻ എത്തുന്നേക്ക് കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി ഓൺ ദി വേ, അവൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി അഫ്ര എത്തണം, റിയ, മിനു ഇവരൊക്കെ എത്തണമായിരുന്നു. സോ അവർക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണു. അകത്ത് മരിയാമെസ്സും പിള്ളേരും ഒക്കെ കൂടെ നമുക്ക് വേണ്ടുന്ന വെന്യൂ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഫൈനലി നമ്മളെല്ലാവരും എത്തി ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വിചാരിച്ചു ഒത്തിരി പാർട്ടിസിപ്പൻസ് ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് 3 ടീമായിട്ടിരിക്കാമെന്ന് വെച്ചു. ബിക്കോസ് അനുജയും മീനും ന്യൂ ടു ദ ടീമാണ്. സോ അപ്പം അവർക്കൊരു എക്സ്പോഷർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മുന്നേ ചെയ്തിട്ടുള്ളവരെ വെച്ചിട്ട്. പക്ഷേ പിന്നീട് കുട്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെ ഇരിക്കേണ്ടി വന്നു എല്ലാവർക്കും. അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, നല്ല ഫീഡ്ബാക്ക് കിട്ടി. പിള്ളേരെല്ലാവരും കുറേ കഷ്ടപ്പെട്ടിരുന്നു. അതാണ് ടഫ്ര. സോ ലക്ഷ്മിയൊക്കെ എത്തിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്തു, പരിപാടികളൊക്കെ ഉഷാറായിരുന്നു. ഈ കുട്ടികളൊക്കെ കൂടെയാണ് ഒക്കെ കോർഡിനേറ്റ് ഒക്കെ ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യാമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡ്രൈവർ വേറെയാ? വേണ്ട, പറയാൻ പറ്റില്ലല്ലോ. യെസ്, എല്ലാവരെയും പറഞ്ഞു വിട്ടു. പക്ഷേ മുന്നേ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അത് വിശപ്പിൻ്റെ വിളി കാരണം, അതൊക്കെ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു. നേരെ വിശപ്പിന്റെ വിളി കാരണം ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെ, കഴിച്ചു വേഗം പോന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. 2 പേര് അവിടെ നിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോയി. അപ്പം എന്തായാലും പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല ഫീഡ്ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയും ഭാരത് മാതയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കോളേജിലെ BMCയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ടാണ്. അപ്പോൾ പുതിയതാണ്. പിന്നെ വേറൊരു കോളേജിലേക്ക് എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് ഫൺ. നമ്മുടെ ടീം വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ടീമിൽ ഒരാൾ ഈ 17th വെളിയിലേക്ക് പോവുക. അപ്പോൾ പാവം മീൻസ് ഞങ്ങൾ പാവം. അപ്പോൾ ഇനി അവളുണ്ടാവില്ല. ബാക്കി എല്ലാവരുമായിട്ട് നമ്മൾ തുടർന്നും കാണുന്നതായിരിക്കാം.